ശ്രീ ശങ്കുറ്റി ദാസ്. വഖഫ് ബോർഡ് ഏക്കർ കണക്കിന് സ്വത്ത് വകകളാണ് ഇത്തരത്തിൽ വഖഫ് ബോർഡ് ആക്ട് 1995 അതോടൊപ്പം വന്ന 2013 ഭേദഗതിയുടെയും അടിസ്ഥാനത്തിൽ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ 10 ദീപിക ദിനപത്രത്തിലെ ലേഖനത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, മതേതര രാഷ്ട്രത്തിൽ വഖഫ് ബോർഡിൻ്റെ അനുമതിക്കായി കാത്തു നിൽക്കുന്ന ഒട്ടനവധി പേരുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ മുനമ്പം ചെറായി ഭാഗത്തെ മത്സ്യത്തൊഴിലാളികളൊക്കെ വലിയ നിരാശയിൽ തന്നെയാണ് ഈ വിഷയത്തിൽ എന്ന്. എന്തായാലും ഇതിനൊരു ഭേദഗതി കൊണ്ടുവന്നേ മതിയാകുകയുള്ളൂ. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഒരുതരം ഭൂജിഹാദ് തന്നെയാണോ വഖഫ് ബോർഡ് ഇക്കാലം അത്രയും നടത്തിക്കൊണ്ടുവരുന്നത്? നോക്കൂ, ഇത് എത്രയോ കാലമായിട്ട് ഈ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. വഖഫ് ബോർഡിന്റെ നിയന്ത്രണത്തിൽ ഇന്ന് ഈ രാജ്യത്തുള്ള ഭൂമിയുടെ വിസ്തൃതി എന്ന് പറയുന്നത് ഏതാണ്ട് 9 ലക്ഷം ഏക്കർ ഭൂമിയാണ്. നമ്മൾ ആലോചിക്കണം, 1995 വഖഫ് ആക്ട് നിലവിൽ വന്ന സമയത്ത് നടത്തിയിട്ടുള്ള സർവേ പ്രകാരം വഖഫ് ഭൂമിയുടെ തോത് അല്ലെങ്കിൽ വിസ്തൃതി എന്നത് 4.5 ലക്ഷം ഏക്കർ ഭൂമിയായിരുന്നു. 2006 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് വഖഫ് ഭൂമിയുടെ കണക്ക് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ, രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് 6 ലക്ഷം ഏക്കറാണ്. എന്നാൽ 2006 നിന്ന് നമ്മൾ 2024 ഇന്ന് വന്ന് സംസാരിക്കുമ്പോൾ വഖഫ് ഭൂമിയുടെ അളവ് എന്ന് പറയുന്നത് 9 ലക്ഷം ഏക്കർ ഭൂമിയായി മാറി. ഇതെങ്ങനെയാണ് ചെറിയ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ വഖഫ് ഭൂമി വർദ്ധിക്കുന്ന ഈ പ്രതിഭാസം ഉണ്ടാവുന്നത്? ഇന്ന് കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ ഭൂവുടമസ്ഥനാണ് വഖഫ് ബോർഡ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കഴിഞ്ഞാൽ, മിനിസ്ട്രി ഓഫ് റെയിൽവേ കഴിഞ്ഞാൽ, പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ ഭൂവുടമയായി വഖഫ് ബോർഡ് മാറിയിരിക്കുകയാണ്. ഏതാണ്ട് 1,20,000 കോടി രൂപ വിലമതിക്കുന്ന ഭൂമി വഖഫ് ഭൂമിയാണ്. ആനന്ദ് രംഗനാഥന്റെ ഹിന്ദുസ് ഇൻ ഹിന്ദുരാഷ്ട്ര എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ ഹിന്ദുക്കൾക്ക് 8th ക്ലാസ് സിറ്റിസൺസിന്റെ മാത്രം സ്റ്റാറ്റസ് ഉള്ളത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാന ഒരു പോയിന്റ് ആയിട്ട് അദ്ദേഹം ഉന്നയിക്കുന്നത് വഖഫ് ആക്ട് ആണ്. ആ ആക്ടിനെ പറ്റി അദ്ദേഹം പറയുന്നത്, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് 3 കാര്യങ്ങളിൽ മാത്രമേ ഉറപ്പുള്ളൂ. 1, ജനിച്ചതുകൊണ്ട് എന്തായാലും മരിക്കേണ്ടി വരും. 2, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. 3, അറിഞ്ഞോ അറിയാതെയോ എല്ലാ ദിവസവും നിങ്ങൾ ഏതെങ്കിലും ഒരു വഖഫ് ഭൂമിയിലൂടെ സഞ്ചരിച്ചിരിക്കും എന്നുള്ളതാണ്. കാരണം അത്രയേറെ ഭൂമി ഇന്ത്യയിൽ വഖഫ് ഭൂമിയാണ്. നമ്മൾ അറിയാതെ നടക്കുന്ന ഭൂമി പോലും വഖഫ് ഭൂമിയാണ്. ഡൽഹി എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ 77% നിലവിൽ വഖഫ് ഭൂമിയാണ്. ഇത് എങ്ങനെയാണ് ആയത്? ഡൽഹിയിലിരിക്കുന്ന സുപ്രീം കോടതി ഇരിക്കുന്ന സ്ഥലം വഖഫ് ഭൂമിയാണ്. ഹൈക്കോടതി ഇരിക്കുന്ന സ്ഥലം വഖഫ് ഭൂമിയാണ്. നമ്മുടെ സെൻട്രൽ വിസ്ത, നമ്മുടെ പാർലമെന്റ് ഉൾപ്പെടെയുള്ള സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ നിലനിൽക്കുന്ന സെൻട്രൽ വിസ്ത വഖഫ് ഭൂമിയാണ്. ഇത് യാതൊരു അനുവാദവും ഇല്ലാതെ ഇങ്ങനെ വാർഷികമായി വർദ്ധിച്ചു വരുന്ന പ്രതിഭാസമാണ്. 1995 ശേഷമാണ് നമ്മൾ ഈ ഒരു വഖഫിന്റെ ഇങ്ങനത്തെ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള വർധനവിന്റെ കാരണം കാണുന്നത്. എന്താണ് ആ കാരണം? ആ കാരണം വഖഫ് നിയമം രൂപീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ്. ഈ നിയമത്തിലെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള പ്രൊവിഷൻ, വഖഫ് ആക്ട് ഓഫ് 1995 നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ സെക്ഷൻ 40 എന്ന് പറയുന്ന പ്രൊവിഷൻ വളരെ രസകരമാണ്. ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിന് തന്നെ കൊടുത്തിട്ടാണ് ആ നിയമം നിർമ്മിച്ചിട്ടുള്ളത്. അതായത് വഖഫ് ബോർഡിന് നാളെ ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ എന്ന സംശയം തോന്നിയാൽ വഖഫ് ബോർഡിന് സ്വന്തം രീതിയിൽ അത് പരിശോധന നടത്തുകയും അതുമായി ബന്ധപ്പെട്ട ഇൻസ്പെക്ഷൻസ് എല്ലാം പൂർത്തീകരിക്കുകയും ചെയ്തതിനു ശേഷം ഇറ്റ് മേ ഡിസൈഡ് എന്നാണ് പറയുന്നത്. അതിന് സ്വയമേവ തീരുമാനിക്കാം അത് വഖഫ് ഭൂമിയാണോ അല്ലേ എന്നുള്ളത്. അങ്ങനെ ഒരിക്കൽ വഖഫ് ബോർഡ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിനു മുകളിൽ നമുക്ക് സിവിൽ കോടതികളിലേക്ക് ഒരു അപ്പീൽ പോലും നിലനിൽക്കുന്നില്ല. എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വഖഫ് ട്രൈബ്യൂണലിനെ മാത്രമേ സമീപിക്കാൻ സാധിക്കുള്ളൂ. വഖഫ് ട്രൈബ്യൂണൽ ആവട്ടെ ഒരു 100% ജുഡീഷ്യൽ ബോഡി അല്ല. വഖഫ് ആക്ടിൽ തന്നെ രൂപീകരിച്ചിരിക്കുന്ന വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് ഒരു ജില്ലാ ജഡ്ജിയുടെ റാങ്കുള്ള ഒരു ന്യായാധിപൻ, സർക്കാരിലെ സെക്രട്ടറിയുടെ റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഇസ്ലാമിക മത നിയമങ്ങളിൽ പ്രാവീണ്യമുള്ള ഒരു മത പണ്ഡിതൻ എന്നിവർ ഉൾപ്പെടുന്ന ഒരു 3-അംഗ സമിതിയെയാണ് നമ്മൾ വഖഫ് ട്രൈബ്യൂണൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു 100% ജുഡീഷ്യൽ സ്വഭാവം ഇല്ലാത്ത, ഒരു മതത്തോട് കൃത്യമായിട്ടുള്ള അനുഭാവം പുലർത്തുന്ന ഒരു സംവിധാനത്തിനാണ് ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം. വഖഫ് ട്രൈബ്യൂണലിന്റെ തീർപ്പിന് മേലെ നിങ്ങൾക്ക് അപ്പീലിന് പോലും സാധ്യതയില്ല എന്നാണ് പറയുന്നത്. പിന്നീട് ഇപ്പൊ ഹൈക്കോടതി സുപ്രീം കോടതിയൊക്കെ റിവിഷന്റെ അധികാരം തങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ നിയമപ്രകാരം ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലേ തീരുമാനിക്കാൻ അധികാരം ഇത് സാമാന്യ നീതിയുടെ ലംഘനമാണ്. നോബഡി ഷാൾ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ് എന്നൊരു കേസുണ്ട്. അതായത് ഒരാൾക്കും അവനവൻ ഉൾപ്പെട്ടിട്ടുള്ള കാര്യത്തിലെ അന്തിമ ന്യായാധിപനാവാൻ സാധിക്കില്ല. കാരണം അവിടെ നിഷ്പക്ഷത ഉണ്ടാവില്ല.
അവിടെ നീതിപൂർവ്വം ഉണ്ടാവില്ല, അവിടെ സ്വാർത്ഥത ഉണ്ടാവും. ഇവിടെ ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിന് തന്നെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? രാജ്യത്തുള്ള മുഴുവൻ ഭൂമിയും വഖഫ് ഭൂമിയാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു പ്രൊവിഷനാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഇല്ലീഗൽ ലാൻഡ് ഗ്രാബിങ്ങിന് സഹായിക്കുന്ന ഒരു നിയാമകമായിട്ടുള്ള സംവിധാനം നമ്മൾ പടച്ചുവിട്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 4.5 ലക്ഷം ഏക്കർ ഭൂമി 10 കൊല്ലം കൊണ്ട് 6 ലക്ഷം ഏക്കർ ഭൂമിയാവുന്നു. അത് വീണ്ടും 15 കൊല്ലം കഴിയുമ്പോൾ 9 ലക്ഷം ഭൂമിയാവുന്നു. ഇതിങ്ങനെ വർദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നോക്കൂ, ഇന്ത്യയില് ഇപ്പോഴും കണക്ക് പ്രകാരം എന്റെ അറിവ് ശരിയാണെങ്കിൽ 85% ഹിന്ദു ജനസംഖ്യയുള്ള രാജ്യമാണ്. 80% ഹിന്ദു ജനസംഖ്യയുള്ള രാജ്യമാണ്. ഈ രാജ്യത്തുള്ള മുഴുവൻ ക്ഷേത്രഭൂമികളും ചേർത്ത് കഴിഞ്ഞാൽ അത് ഏതാണ്ട് 7 ലക്ഷം ഏക്കർ ഭൂമിയേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ ഭൂമിയാണ് രാജ്യത്തെ 15% മാത്രം വരുന്ന ഒരു വിഭാഗത്തിന്റെ ഇത് പെർമനന്റ് ഡൊണേഷൻസ് ആണ്. ഇത് അവരുടെ ഭൂസ്വത്തോ അവരുടെ ആസ്തിയൊന്നും അല്ല. ഇത് വഖഫായിട്ട് പെർമനന്റ്ലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഭൂമിയാണ്. വഖഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇസ്ലാമിക മതാചാര പ്രകാരം ഒരാൾ പയസ്, റിലീജിയസ് ഓർ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഭൂമിയാണ്. വഖഫ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ പ്രൊഹിബിഷൻ എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കൽ വഖഫ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് ആ കാര്യത്തിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്നാണ് അർത്ഥം. ഒരിക്കൽ വഖഫായി കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാ കാലത്തും വഖഫാണ്. ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിട്ട് എന്ത് സംഭവിക്കുന്നു? ഏത് ഭൂമിയെയും വഖഫാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് രാജ്യം വളരെ ഗൗരവകരമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള സാഹചര്യമുണ്ട്. 2022 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, തമിഴ്നാട്ടിലെ തിരുച്ചെന്തുറൈ എന്ന് പറയുന്ന ഒരു വില്ലേജിന്റെ പ്രശ്നം വന്നു. അതായത് രാജഗോപാൽ എന്ന് പറയുന്ന ഒരു കർഷകൻ, തമിഴ്നാട്ടിലെ തിരുച്ചെന്തുറൈ എന്ന് പറയുന്ന വില്ലേജിലുള്ള ഒരു കർഷകൻ, അയാളുടെ മകളുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തിനായിട്ട് അയാൾക്ക് ആകെ ഉണ്ടായിരുന്ന 1 ഏക്കർ ഭൂമി വിൽക്കാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോയപ്പോൾ അയാളോട് പറയാണ്, ഈ ഭൂമി വഖഫ് ബോർഡിന്റെ ഭൂമിയാണ്, ഈ ഭൂമി വിൽക്കണമെങ്കിൽ നിങ്ങൾ വഖഫ് ബോർഡിൽ നിന്ന് NOC മേടിക്കണം. ഇത് തലമുറയായിട്ട് അയാൾക്ക് കൈമാറി കിട്ടിയിട്ടുള്ള കാർഷിക ഭൂമിയാണ്. അയാളുടെ എന്താ പറയാ പൂർവികന്മാർ ഉപയോഗിച്ച് വന്നിട്ടുള്ള ഭൂമിയാണ്. മാത്രമല്ല ഈ തിരുച്ചെന്തുറൈ എന്ന് പറയുന്ന വില്ലേജില് ഒരു മുസ്ലിം ഇൻഹബിറ്റന്റ് പോലും ഇല്ല, ഒരു മുസ്ലിം ആയിട്ടുള്ള താമസക്കാരൻ പോലും ഇല്ല. ഏതെങ്കിലും കാലത്ത് ക്ഷേത്രങ്ങളടക്കം, ക്ഷേത്രഭൂമി അടക്കം വഖഫ് ബോർഡിന്റെ കീഴിലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഇത് അന്വേഷിച്ചു പോയപ്പോ മനസ്സിലായ കാര്യം എന്താ? രാജഗോപാൽ എന്ന് പറയുന്ന ആളുടെ 1 ഏക്കർ ഭൂമി മാത്രമല്ല, തിരുച്ചെന്തുറൈ എന്ന് പറയുന്ന വില്ലേജ് മുഴുവൻ, ഏതാണ്ട് 440 ഏക്കർ വരുന്ന തിരുച്ചെന്തുറൈ എന്ന് പറയുന്ന വില്ലേജ് മുഴുവൻ വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് വഖഫ് ബോർഡ് നോട്ടിഫിക്കേഷൻ പാസ്സാക്കിയിട്ടുണ്ട്. ആ ഗ്രാമത്തിൽ എന്താണ് സുന്ദരേശ്വര സ്വാമി ക്ഷേത്രം എന്ന് പറയുന്ന മാലോടിയതിന്റെ സുന്ദരേശ്വര സ്വാമി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം രാജേന്ദ്ര ചോളന്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. 1600 വർഷത്തെ പഴക്കം ആ ക്ഷേത്രത്തിന് അവകാശപ്പെടുന്നുണ്ട്. ഇസ്ലാം മതത്തിന്റെ ആകെ പ്രായം എന്ന് പറയുന്നത് 1414 വർഷമാണ് നമ്മൾ ആലോചിക്കണം. അതായത് അറേബ്യൻ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം ഉടലെടുക്കുന്നതിന് മുൻപേ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രം ഉൾപ്പെടെ വഖഫ് ഭൂമിയാക്കി മാറ്റുന്ന ഒരു പ്രതിഭാസമാണ് അവിടെ സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള കേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് മധ്യപ്രദേശിലുള്ള മുഗൾകാല നിർമ്മിതികളായിട്ടുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രോപ്പർട്ടി മുഴുവൻ, അതായത് ബുറാൻപൂർ ഫോർട്ട് ഉൾപ്പെടെ നാദിർഷായുടെ ഉൾപ്പെടെയുള്ള ടോംബുകൾ ഉൾപ്പെടെയുള്ള ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് മധ്യപ്രദേശ് വഖഫ് ബോർഡ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുകയാണ്. എന്നിട്ട് അത് ചാലഞ്ച് ചെയ്തിട്ട് ഇപ്പൊ ഹൈക്കോടതിയിൽ എത്തിയപ്പോ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിക്കുന്നത് കേട്ടു, ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ ഏത് പ്രോപ്പർട്ടി നിങ്ങൾക്ക് വഖഫ് പ്രോപ്പർട്ടി ആക്കിക്കൂടെ? നിങ്ങൾക്ക് താജ്മഹൽ വഖഫ് പ്രോപ്പർട്ടി ആക്കിക്കൂടെ? ഇന്ത്യ ഗേറ്റ് വഖഫ് പ്രോപ്പർട്ടി ആക്കിക്കൂടെ? ഇതിന് എന്ത് മാനദണ്ഡമാണുള്ളത്? ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു മാനദണ്ഡം ഇല്ല. അതുകൊണ്ടാണ് കണ്ണിൽ കണ്ടതും സ്വപ്നം കണ്ടതും മോഹം തോന്നിയതുമായിട്ടുള്ള ഏത് ഭൂമിയും വഖഫ് ഭൂമിയാക്കി മാറ്റാനുള്ള ഒരു പ്രൊവിഷൻ ഈ നിയമത്തിലുള്ളത്. ഈ നിയമത്തിന്റെ നിർമ്മിതി എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള രീതിയിലാണ്. ഇത് എന്തുകൊണ്ട് ഇത്രയും കാലം ചോദ്യം ചെയ്യപ്പെട്ടില്ല, എന്തുകൊണ്ട് ഇത്രയും കാലം മറിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് എന്റെ സംശയം. ആ നിയമത്തിൽ